മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാൻ ബ്രോ നമ്മളോടൊപ്പമുണ്ട്. ബ്രോ സുഖാണോ? സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു ബ്രോ. ഒരു ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ജോട്ട 28 വയസ്സേ ഉള്ളൂ. ബ്രില്യൻ പ്ലെയർ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സീസൺ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം നേഷൻസ് ലീഗ്, EPL പുള്ളി ഇപ്പൊ അടുത്താണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. ഗ്രേറ്റ് ലോസ് ടു ഫുട്ബോൾ കമ്മ്യൂണിറ്റി. എന്താണ് ബ്രോ പറയാനുള്ളത്? ഇല്ല, ഞാൻ പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ആൻസർ ചെയ്യാൻ അറിയുന്ന ഒരാളല്ല ഞാൻ. അത് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ ബിഗ് ലോസ്, ഇറ്റ്സ് എ ബിഗ് ലോസ്, വെരി ബിഗ് ലോസ്. എന്താ പറയുക, ക്ലബിൽ ഒരാളാണ് പോയിട്ടുള്ളത്. ഇറ്റ്സ് എ വെരി വെരി ഹ്യൂജ് ലോസ്. എനിക്ക് തോന്നുന്നത് പേഴ്സണലി ആണെങ്കിലും എനിക്ക് തോന്നുന്നത് കേൾക്കുന്നത് വെച്ചാണെങ്കിലും ഭയങ്കര നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പ്ലെയറാണ്. ഓവറോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ അങ്ങനത്തെ ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് പോയത്. അപ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ലോസ് ഫോർ ദ ക്ലബ്, ഫോർ ദ ലീഗ്, എല്ലാം. ശരിയാണോ ബ്രോ? ഞാൻ സൈനിങ്സിനെ പറ്റി ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി ഇതുവരെയുള്ള സൈനിങ്സിൽ ഹാപ്പിയാണോ? ഇപ്പോ കൊണ്ടുവന്നിട്ടുള്ള പ്ലേയേഴ്സിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിംഗ്പോങ്, വിഡ്സ്, ഇപ്പോ മിലോസ് കെർക്കസ് വന്നു. ബ്രോ, ആർ യു ഹാപ്പി വിത്ത് ദ വേ ലിവർപൂൾ ഈസ് ഗോയിങ് ദിസ് സീസൺ? എസ്പെഷ്യലി നെക്സ്റ്റ് സീസണിന് സ്ലോട്ടിന് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഓക്കെ ആണോ? ഇനി ആൾക്കാർ ഇനിയും വരാനുണ്ട്. പക്ഷെ ഇതുവരെ വന്നത് ഇറ്റ്സ് വെരി ഗുഡ്. ഇതുവരെ ഓപ്പറേറ്റ് ചെയ്ത രീതി ഇറ്റ്സ് വെരി ഗുഡ്. നമ്മള് ഇറ്റ്സ് വെരി ഒരു ആന്റി ലിവർപൂൾ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതുവരെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോ ഇങ്ങനെ സൈൻ ചെയ്യാം, വേർഡ്സിനെ പോയി സൈൻ ചെയ്യാം, വേണ്ടത് വേണ്ട സമയത്ത് തന്നെ എത്തിച്ചു ബിഫോർ ദ വിൻഡോ സ്റ്റാർട്ടഡ്. അപ്പൊ ഇനിയും വിൻഡോ ഉണ്ട്. വിൻഡോ കുറച്ച് മെജോറിറ്റി ഓഫ് ദ വിൻഡോ ബാക്കിയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വി നീഡ് പ്ലേയേഴ്സ്. കാര്യം ഇപ്പൊ വലിയൊരു വോയിഡാണ്. ജോട്ട എന്ന് പറയുന്ന ഒരു വലിയൊരു വോയിഡാണ് ടീമിൽ. അപ്പൊ അത് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് അറിയണം. വേറെ ഔട്ട് ഗോയിങ്സ് വേറെ ഉണ്ടാവും. അപ്പോ സ്ട്രൈക്കർ എന്തായാലും വരും. ബാക്കി ലൂയിസ് ഡിയാസിന്റെ കേസ് നമുക്കറിയാം. ലൂയിസ് ഡിയാസിന്റെ ക്യാമ്പ് ഒന്നും ഹാപ്പി അല്ല കേൾക്കും വിത്ത് വേജസ് ഈസ് ഗെറ്റിംഗ്. അപ്പോ പുള്ളിനെ കുറിച്ചും പറയാൻ പറ്റില്ല. അതാണ് വേറെ കാര്യം. അപ്പോ എനിക്ക് തോന്നുന്നു ഓഫ്കോഴ്സ് ഔട്ട് ഗോയിങ്സ് ഉണ്ടാവും, ഇൻകമിങ്സ് വരണം, സ്ട്രൈക്കർ വേണം. ഗെഹി ഇപ്പൊ വരുന്നു കേൾക്കുന്നു. ഗെഹി വിൽ ബി ഡൺ ഹോപ്പ്ഫുള്ളി. അതല്ലാണ്ട് കൊണാട്ടെ സിറ്റുവേഷൻ ഒക്കെ ഒരു ഭയങ്കര തലവേദന പിടിച്ചൊരു സാധനമാണ്. ലൈക്ക് അർണോൾഡിനെക്കാളും ഇഷ്യൂ ആവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഇഫ് തിങ്സ് ഡോണ്ട് ഗോ വെൽ. അപ്പോ ഇന്ന് കൊണാട്ടെ പോവാണെങ്കിൽ ഇഫ് വി ഡിസൈഡ് ടു സെൽ കൊണാട്ടയ്ക്ക് വരെ ഒരു സെന്റർ ബാക്ക് വരും. പിന്നെ ഡിയാസ് പോയാൽ അതിനൊരു വിങ്ങർ വരും. സ്ട്രൈക്കർ എന്തായാലും വരും ഓബ്വിയസ്ലി. എല്ലാം കൂടെ ഇറ്റ്സ് എ ഹ്യൂജ് സമ്മർ. നിറച്ച് ഔട്ട് ഗോയിങ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻകമിങ്സ് ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. കാര്യം വിത്തൗട്ട് സെയിൽസ് PSR ഇഷ്യൂ ഇല്ലാണ്ട് ഇനിയും 200 million സ്പെൻഡ് ചെയ്യാമെന്ന് കേൾക്കുന്നു. സോ PSR കംപ്ലൈന്റ് ഒരിക്കലും ആവില്ല. ഈ ലെഫ് സെയിൽസ് ബിക്കോസ് അതിനെ ബാക്ക് ചെയ്ത് തന്നെ സ്ട്രൈക്കർ വരും, വിങ്ങർ വരും, സെന്റർ ബാക്ക് വരും, എല്ലാം വരും. ഇറ്റ്സ് എ ഹ്യൂജ് വിൻഡോ. പക്ഷെ ഇതൊരു വലിയ ഷോക്കാണ്. അപ്പൊ ഇതിനകത്ത് ക്ലബ് എങ്ങനെ റിക്കവർ ചെയ്യുന്ന അറിയാം ജോട്ടയുടെ കേസ്. അതെ, ഇസാക്കിന്റെ പേര് ചില റൂമേഴ്സിലൂടെ കേൾക്കുന്നുണ്ട്. പക്ഷെ ന്യൂക്കാസിൽ എന്തായാലും ഒരു വലിയ പൈസ തന്നെ ചോദിക്കും. കാരണം അവരുടെ ഒരു സോളിഡ് ആയിട്ടുള്ള സ്ട്രൈക്കറാണ്, പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ഗോൾ സ്കോറിങ്ങും അസിസ്റ്റും ഒക്കെ കൊടുക്കാൻ പറ്റിയ അട്രിബ്യൂട്ട് ഉള്ള ഒരു പ്ലെയറാണ്. ഇനി ഒരു ഇപ്പൊ 150 million എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പൈസ തന്നെയാണ്. പക്ഷെ റിയലിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു 80-70 million ഒക്കെ വന്നാൽ ചിലപ്പോ അവര് എഗ്രി ചെയ്യുന്നൊക്കെ കേൾക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇസാക്ക് വരാനുള്ള വല്ല ചാൻസും ഉണ്ടോ? നമ്മള് ഇപ്പൊ ഞാൻ ലിവർപൂൾ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു പ്ലെയർ ആണ്. ഞാനിപ്പോ എന്റെ ഒരു പെർസ്പെക്റ്റീവില് പറയുകയാണെങ്കിൽ ന്യൂകാസലിന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉണ്ട്. അവിടെ സ്ക്വാഡ് ഡെപ്ത് ഇല്ല ന്യൂകാസലിന്. ദർ പ്രോജക്ട് ഇസ് നോട്ട് ദാറ്റ് അട്രാക്റ്റീവ് ഫോർ പുറത്തുനിന്ന് നോക്കുന്ന പ്ലേയേഴ്സ്. അതുകൊണ്ടാണ് ചാവി സിമോൺസ് അവരെ റിജക്ട് ചെയ്തു. ജോ പെഡ്രോ അങ്ങോട്ട് പോയില്ല. കുഡൂസ് നോക്കി, കുഡൂസ് പോയില്ല. എംബൂമ പോയില്ല. അപ്പൊ കുറെ പ്ലേയേഴ്സ് അവിടെ അത് റിജക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് ദ പ്രോജക്ട് ഇസ് നോട്ട് എക്സൈറ്റിംഗ്. അവർക്ക് സ്പോർട്ടിംഗ് ഡയറക്ടർ ഇല്ല. പോൾ മിച്ചിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. സോ എഡി ഹൗ ആണ് ട്രാൻസ്ഫേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ 25 ഉള്ള ഒരു പ്ലെയർ, 25 years ഓൾഡ് ആണ്. ഈസ് 26 സെപ്റ്റംബറിൽ. അപ്പോ യു ഗെറ്റ് എ കോൾ ഫ്രം ആർസണൽ ഓർ ലിവർപൂൾ, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ലീഗ് അടിച്ചെത്തുന്ന ബാർസലോണ ആണെങ്കിലും ബയണിന് ഹാരിക്കെയിൻ റിപ്ലേസ്മെന്റ് അടുത്ത സീസൺ വേണ്ടി വരാം. ബയൺ ആണെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ ക്ലബുകൾ വരുമ്പോ
ഇപ്പൊ പറയാണ് ഓക്കെ ഫൈൻ, ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉണ്ട്, നിക്കാം എന്ന് വിചാരിച്ചാൽ അവന് ഹീസ് ഗോട്ട് 3 years കോൺട്രാക്ട്. 3 years കോൺട്രാക്ടിൽ ഇവര് കോട്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ട് ഇസാക്കിന്. ആ കോട്ട് ചെയ്യുന്ന പ്രൈസിനനുസരിച്ചുള്ള വേജ് അല്ല ഇപ്പൊ അവനവിടെ കിട്ടുന്നത്. ഈസ് ഏർണിംഗ് ആസ് മച്ച് ആസ് ട്രിപ്പിയർ 120K ആണ് അവിടെ ഏൺ ചെയ്യുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉണ്ട്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉള്ള ചാമ്പ്യൻസ് ലീഗിൽ ഫർദർ പോകാൻ പറ്റുന്ന ഒരു ടീമിൽ നിന്ന് ഒരു ഓഫർ വന്ന് ഫൈനാൻഷ്യൽ പാക്കേജ് ഓക്കെ ആണെങ്കിൽ വൈ നോട്ട് കൺസിഡർ മൂവ്. അതിപ്പോ ഏതൊരു ക്ലബ് ആയിക്കോട്ടെ. ഞാനിപ്പോ ലിവർപൂളിലോട്ടും വരുന്നുള്ളത് കൊണ്ടല്ല പറയുന്നത്. ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഇഫ് ഐ എം ഇസാക്ക് ഐ വിൽ മൂവ്. ഞാൻ മൂവ് ചെയ്യും. കാര്യം ഇറ്റ്സ് എ ബെറ്റർ ഫൈനാൻഷ്യൽ പാക്കേജ്. ഇപ്പൊ ഞാൻ ന്യൂകാസിലാണെങ്കിൽ കുട്ടീനിയോ സെയിലായിട്ട് കമ്പയർ ചെയ്യല്ല. യു ഹാവ് ഹോൾസ് ഇൻ ദ ടീം. സ്ക്വാഡ് ഡെപ്ത് വേണം. അപ്പൊ അങ്ങനെ സ്ക്വാഡ് ഡെപ്ത് വേണ്ടപ്പോ യു ഹാവ് എ സെല്ലബിൾ അസെറ്റ് ടീമിൽ. നിങ്ങൾക്ക് PSR ഇഷ്യൂ ഉണ്ട്. ദെവ് ഗോട്ട് ഹ്യൂജ് PSR ഇഷ്യൂ. ഭയങ്കര ഇഷ്യൂ ഉണ്ട്. അവർക്ക് 100 million ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. PSR ഇഷ്യൂ ഉള്ളൂ. സോ അത് വെച്ച് അവർക്ക് ഹോൾസ് ഫിൽ ചെയ്യാൻ പറ്റില്ല. യു ഗോട്ട് ആൻ അസെറ്റ് ഇൻ യുവർ ടീം. ക്ലബ് ഇസ് റെഡി ടു ബൈ ഇറ്റ്. ഇവർ കോട്ട് ചെയ്യുന്ന പ്രൈസ് 150 ആണ്. പക്ഷെ മിഗൽ ഡെലൈനിയൊക്കെ പറയുന്ന 130 million pounds ഡീൽ ഓക്കെ ആക്കാൻ പറ്റുന്നതാണ് കേൾക്കുന്നത്. സോ അവർക്ക് ഹാർവിയിലായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഐ തിങ്ക് അങ്ങനെ എന്തെങ്കിലും മൂവ് ഉണ്ടാവോ എന്നറിയില്ല. സോ ഇഫ് ഐ എം ന്യൂകാസിൽ ഓർ ഇഫ് ഐ എം ഇസാക്ക്, എനിത്തിങ് വുഡ് ലീഡ് ടു സെൽ ഇസാക്ക്. കാര്യം ഒരു സെല്ലബിൾ അസറ്റ്. കാര്യം അടുത്ത ഇവന്റെ ഇഞ്ചുറി റെക്കോർഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇസാക്കിന് അവന്റെ ഗ്രോയിൻ ഇഞ്ചുറീസ് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ അടുത്ത സീസൺ അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്ന പോലും അവന് പോലും അറിയുന്നുണ്ടാവില്ല. കാര്യം ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ കരിയർ ഭയങ്കര ഷോർട്ടാണ്. സോ എനിക്ക് തോന്നുന്നത് ഹീസ് ഇൻ ഹിസ് പ്രൈം. ഇപ്പൊ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയാൻ പറ്റില്ല. ഹീസ് ഇൻ ഹോട്ട് ഫോം. അപ്പൊ ആ ഒരു ഫോമില് അവനൊരു കരിയർ ചേഞ്ചിങ് ഡിസിഷൻ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പൊ ലിവർപൂളിന്റെ കേസ് ആയതുകൊണ്ടല്ലോ. എനി ക്ലബ് ഇപ്പൊ ബാഴ്സലോണ അടുത്ത് വരുന്നെങ്കിൽ ഹി ഷുഡ് കൺസിഡർ എ മൂവ് ന്യൂകാസിൽ. ലിവർപൂളിന് ഇൻട്രസ്റ്റ് ഉണ്ട് കോഴ്സ്. അത് എനിക്ക് തോന്നുന്ന ഒരു ട്രബിൾ അടിച്ച സീസണിൽ ഹാലൻഡിനെ കിട്ടിയ പോലെ ആകാൻ ചാൻസ് ഉണ്ട്. ഇഫ് വി ഗെറ്റ് ഇസാക്ക്. കാര്യം ആ ഒരു മിസ്സിംഗ് പീസ് ആണ് പസിലില്. കാര്യം നമുക്കൊരു സ്ട്രൈക്കർ ഇല്ല, നല്ല സ്ട്രൈക്കർ ഇല്ല. ഇപ്പൊ ജോട്ടയും പോയി. ജോട്ടയും ഇല്ല അവിടെ. അപ്പൊ വി നീഡ് എ സ്ട്രൈക്കർ. ഒബ്വിയസ്ലി വി നീഡ് എ സ്ട്രൈക്കർ. അത് വലിയൊരു വോയിഡ് ആണ്. എനിക്കൊന്ന് ഇസാക്കേ ഉള്ളൂ. ഇഫ് ഇറ്റ്സ് ഇസാക്ക് ഇറ്റ്സ് നോബഡി. ഇസാക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഒഷിമന്റെ ഒക്കെ പേര് കേൾക്കുന്നുണ്ട്. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഒഷിമൻ. പക്ഷെ എന്നാലും ഒഷിമൻ അത്ര ഫീസിബിൾ അല്ല. ആഫ്കോൺ വരുമ്പോ സലയും പോകും, ഒഷിമനും പോകും. അപ്പൊ അതില് രണ്ടുപേര് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആളില്ല അവിടെ. എനിക്ക് തോന്നുന്നു ബി ഇസാക്ക് ഓർ നോബഡി. വിൽ ഗോ ഓൾ ഇൻ ഫോർ ഇസാക്ക്. കാര്യം സെയിൽസിന് വേണ്ടി അല്ല വെയിറ്റ് ചെയ്യുന്നത്. വി ആർ ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ആ നോൺ ഹോം ഗ്രൗണ്ട് സ്പോട്ട് ഇല്ലേ പ്രീമിയർ ലീഗ്. അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ അത് ഫ്രീ ആയി കഴിഞ്ഞാൽ വിൽ ഗോ ഫോർ ഇസാക്ക്. എനിക്ക് തോന്നുന്നു അവന്റെ ക്യാമ്പായിട്ട് ജനുവരി മുതലേ കോൺടാക്ട് ഉണ്ട്. സോ അവിടുന്ന് പോസിറ്റീവ് ഇതാണെന്ന് കേൾക്കുന്നു. എനിക്കറിയില്ല സ്റ്റിൽ. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇത് നടക്കോ ഇല്ലയോ നോക്കാം. അത് നടന്നില്ലെങ്കിലാണ് ഇൻട്രസ്റ്റിംഗ് സത്യം. അതെ. ഇപ്പൊ ക്രിസ്റ്റൽ പാലസ് കുവൈക്ക് കോട്ട് ചെയ്യുന്നത് ലൈക്ക് അവര് 45 million വേണം, നിങ്ങൾ 25 million വാല്യൂഷൻ ഉണ്ട്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ ഒരു സാബ്ഡിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്ലെയറിനെ കൊടുത്തിട്ട് ആ വാല്യൂഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 million ഒക്കെ ക്ലോസ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഓക്കെയാണ് പുള്ളിയുടെ. പക്ഷെ 1-2 ക്ലബ്ബുകൾ വേറെയും പുള്ളിനെ നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത്. ഏതൊക്കെ ക്ലബ്ബാന്ന് അറിയില്ല. പുള്ളിയുടെ പിറകെ ഉണ്ട്. കാരണം അതേപോലെ തന്നെ ഇംഗ്ലണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ക്രിസ്റ്റൽ പാലസ് നന്നായിട്ട് കളിക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൊനാട്ടെ, ബാൻഡേക്കിനൊക്കെ കുറച്ച് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അവിടെ എന്താണ് സ്ഥിതി? പുള്ളിനെ കൊണ്ടുവരാനുള്ള ചാൻസ് എത്രയാണ്? ഇപ്പൊ ഗേഹിയായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തെന്ന് കേൾക്കുന്നു. അത് വലിയൊരു മൂവ് ആണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഗേഹി ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ ആണ്. അവന് വേൾഡ് കപ്പ് കളിക്കണം. ഓഫ്കോഴ്സ് കണ്ണും പൊട്ടി പറയുക ബെസ്റ്റ് ഇംഗ്ലീഷ് സെന്റർ ബാക്ക് റൈറ്റ്. പക്ഷെ അവന് മിനിറ്റ്സ് വേണം. വേൾഡ് കപ്പ് ഇയർ അല്ലേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈം ഫോമില് ഇഞ്ചുറി റിട്ടേൺ അല്ലാണ്ട് കൊണാട്ടയും വേണ്ടേക്ക് നിൽക്കുകയാണെങ്കിൽ നോ വൺ സ്റ്റാർട്ടിംഗ് ബിയോണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഹി വുഡ് ഹാവ് ബീൻ ഗ്യാരണ്ടീഡ് മിനിറ്റ്സ്. കാര്യം വാൻഡൈക്ക് ഇസ് ഗെറ്റിംഗ് ഓൾഡ്. 34 വയസ്സാവാറായി. വാൻഡൈക്കിനെ റൊട്ടേറ്റ് ചെയ്തേ പറ്റൂ. കാര്യം കഴിഞ്ഞ സീസണിൽ ടോപ്പ് 10 ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗിൽ മിനിറ്റ്സ് കളിച്ചതിൽ 6 കീപ്പേഴ്സാണ്. ബാക്കി 4 പേര് 5 പേരുണ്ട്. 5 പേര് കീപ്പേഴ്സ്. 5 പേര്, ഒന്ന് വാൻഡൈക്ക്, ഒന്ന് സല, ഒന്ന് കേർക്കേസ്, ഒന്ന് കൈസെഡോ, ഒന്ന് വേറെ ഒരു പ്ലെയറും കൂടെ. ഇത്രയും മിനിറ്റ്സ് കളിച്ചു. വാൻഡൈക്ക് പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റുന്ന ഫുൾ മിനിറ്റ്സ് കളിച്ചു ഒരു പ്ലെയറിന് ഒരു സീസണിൽ. അപ്പോ എനിക്ക് തോന്നുന്നത് 14 വയസ്സായി. 3 കൊല്ലം മുമ്പ് ACL കഴിഞ്ഞു വന്നൊരു പ്ലെയറാണ്. സോ ക്വാളിറ്റി ഔട്ട്പുട്ട് പുള്ളിയിൽ നിന്ന് കിട്ടണമെങ്കിൽ വി ഷുഡ് റെസ്റ്റ് വേണം പുള്ളിക്ക്. അപ്പോ ഗേഹി ഓഫ് കോഴ്സ് പ്രീമിയർ ലീഗ് പ്രൂൺ ആണ്. സ്റ്റാർട്ട് ചെയ്യണം. മെയിൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ആൻഡ്
എനിക്ക് തോന്നുന്നത് ആ ഒരു ഏരിയൽ എബിലിറ്റി മാറ്റി നിർത്തിയാൽ ഈസിലി ബെഞ്ചിങ് കൊണാട്ടെ ഗേഹി. അപ്പൊ അവിടെ എല്ലായിടത്തും കളിക്കാം. ഗേഹിനെ ലെഫ്റ്റ് ബാക്ക് കളിക്കാം, റൈറ്റ് ബാക്ക് കളിക്കാം, ലെഫ്റ്റ് സെന്റർ ബാക്ക് കളിക്കാം, റൈറ്റ് സെന്റർ ബാക്ക് കളിക്കാം. സോ ഓൺ ദ ബോൾ ഈസ് സൂപ്പർ. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ. ക്രിസ്റ്റൽ പാലസ് ഞാൻ പല വിലയും ചോദിക്കും. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡീൽ വിത്ത് ക്രിസ്റ്റൽ പാലസ്. ക്രിസ്റ്റൽ പാലസ് ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ, ചെൽസി പോലീസ് ഡീലിൽ തന്നെ അവരിട്ട് വലിപ്പിച്ചതാണ് സ്റ്റീവ് പാരിഷ്. അപ്പൊ ഇറ്റ്സ് വെരി ഹാർഡ്, ഭയങ്കര പാടാണ് ഇവരായിട്ട് ഡീൽ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളുടെ ജനുവരിയിലെ ബിഡ് തന്നെ അവർ റിജക്ട് ചെയ്തല്ലോ, 1.5 മാസം കോൺട്രാക്ട്. അപ്പൊ ഭയങ്കര പാടാണ് ക്രിസ്റ്റൽ പാലസ് ഡീൽ ചെയ്യാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ബെൻഡോക്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഗ്ലാസ്നറിന് വേണമെന്ന് കേൾക്കുന്നത് ബെൻഡോക്കിന്. സോ ഓഫർ ബെൻഡോക്കിന് ഞാൻ പറയില്ല, അവർ ചോദിക്കുന്നതിലും തെറ്റില്ല. നമുക്ക് സത്യം 65 മില്യൺ അല്ല, അതിന് ഒരു വർഷത്തെ കോൺട്രാക്ട് 50 മില്യൺ പൗണ്ട്സ് ചോദിക്കുന്നതിൽ വലിയ തെറ്റില്ല. കാര്യം 20% സെല്ലോൺ ക്ലോസ് ചെൽസിക്ക് അവരുടെ അക്കാഡമി പ്രൊഡക്റ്റ്, കൊബാം പ്രൊഡക്റ്റ് ആണ്. സോ അതുണ്ട്, അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഒരു 8 to 9 മില്യൺ അതിൽ പോകും. അതുകൊണ്ടാണ് അവർ അത്രയും വില ചോദിക്കുന്നത്. സ്റ്റിൽ ടോക്കൺ ഓഫർ 30 മില്യൺ പൗണ്ട്സിന് ഡീൽ നടക്കും. എനിക്ക് തോന്നുന്നത് അത് നടക്കും ഡീൽ. കാര്യം ഞങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിലുള്ള ഡിഫൻഡേഴ്സ് അത്ര പ്ലീസിങ് അല്ല ബാക്കിയുള്ളവർ. സോ വിൽ ആക്ച്വലി ഗോ ഫോർ. അല്ലെങ്കിൽ എന്താ വിൽ സൈനും ഫ്രീ ഏജന്റ്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ. അപ്പൊ ഇവർക്ക് എന്തായാലും സെല്ല് ചെയ്താൽ പറ്റും ക്രിസ്റ്റൽ പാലസ്. അപ്പൊ അവരെന്തായാലും സെല്ല് ചെയ്യും. അത് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്താണ് ഏറ്റവും വലിയ കാര്യം. കാര്യം മിനിറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുക, അത് ഇങ്ങനത്തെ ഒരു ഡിഫൻസിൽ മിനിറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ്. കാര്യം അവൻ വേൾഡ് കപ്പ് ഇയർ ആണ്, അവൻ എന്തായാലും കളിച്ചേ പറ്റൂ. കാര്യം ടൂച്ചലാണ്, നമുക്കറിയില്ല ടൂച്ചൽ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആരെ വേണമെങ്കിലും ബെഞ്ചിലിരുത്താം. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് ഇയർ ഫോർ ഗേഹി. ആൻഡ് കോൺസക്കി ഒരു എലീറ്റ് റീപ്ലേസ്മെന്റ് ആണ് വന്നിരിക്കുന്നത് വരികയാണെങ്കിൽ. ഓക്കെ ബ്രോ, എന്തായാലും നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക്സ്, ബൈ, ടേക്ക് കെയർ. ബൈ.